കായും ചെമ്മീനും ചേർത്തുള്ള ഒരു ഡ്രൈ ഫ്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. കായും ചെമ്മീനും കൂടെ ചേർത്തുള്ളൊരു ഫ്രൈ. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ അളവ് കുറവാണ്. നമുക്ക് കുറച്ച് കൂടുതൽ ആളുകൾക്ക് വിളമ്പണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായോടൊക്കെ ചേർത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു വീട്ടമ്മമാർക്കുള്ളൊരു ട്രിക്കും കൂടിയാണ് കേട്ടോ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. ഇതിനായി ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള, അത്ര വലിയ ചെമ്മീനൊന്നുമല്ല, ചെറിയ ചെമ്മീനാണ്. ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ്റെ കൂടെ ഞാൻ 2 പച്ച ഏത്തയ്ക്ക തൊലി കളഞ്ഞ് അരിഞ്ഞ് എടുത്തത് ചേർക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ച് അരിയരുത് കേട്ടോ, പൊടിഞ്ഞു പോകും. നമ്മൾ ചിപ്സിനൊക്കെ അരിയുന്ന കനത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ അതിൻ്റെ ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ ത്രിബിളായിട്ടോ ഒരു കനത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. നല്ല തിരുമ്മി യോജിപ്പിച്ച് എല്ലാം ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും ചെമ്മീനിലും കായലും ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. കാരണം അധികം വെള്ളം ചേർക്കരുത്. കാരണം ചെമ്മീൻ വെന്ത് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. നിങ്ങൾക്ക് വെന്ത് പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഒരു ചെമ്മീൻ വെന്ത് പകുതിയാകുമ്പോൾ ചേർത്താലും മതി. കാരണം ചെമ്മീൻ എത്രത്തോളം വെള്ളം ഇറങ്ങുന്നെന്ന് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ കായിട്ടാൽ മതി. കാരണം അതിനനുസരിച്ച് വെള്ളം വറ്റി വരുന്നതനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ എന്തായാലും ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ആദ്യം തന്നെ വെക്കുകയാണ്. വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. ഒരുപാട് സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് വെന്ത് വരും. ഇപ്പം ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെമ്മീനും കായും വെന്ത് വന്നിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞ് പോയിട്ടുമില്ല. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് കൂർക്കയോ ഉരുളക്കിഴങ്ങോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒരു തവയിലേക്ക് നമുക്കിത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ഇഞ്ച് കഷ്ണം നല്ല കനമുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്തു. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തു. എന്നിട്ട് എരിവിന് ആവശ്യത്തിന് മുളക്, ഇവിടെ ഞാൻ നമ്മുടെ പച്ചലമുളക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതാണ് ചേർക്കുന്നത്. ക്രഷ്ഡ് ചില്ലി, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ പച്ചമുളകോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ ചേർക്കാം. പക്ഷേ ഈ ക്രഷ്ഡ് മുളക് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല എരിവുമാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ വറ്റലമുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, വറുത്തിട്ടൊന്നുമല്ല, പച്ചയ്ക്ക് പൊടിച്ചെടുത്തത്. എന്നിട്ട് ഇതിനെ ഇട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെയും കായുടെയും കൂടെ ആ കൂട്ട് ചേർക്കുക. ഒരുപാടിട്ട് ഇളക്കി അത് കായൊന്നും നമ്മൾ ഉടച്ച് കളയരുത് കേട്ടോ. ഒന്ന് സാവധാനം ഒരു മയത്തിലൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഡ്രൈ ആയി അതിൻ്റെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നിങ്ങളിതിനൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ലാസ്റ്റിൽ ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. ഇതെല്ലാം ലാസ്റ്റിൽ തീരാറാകുമ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് ബ്രൗൺ ആക്കി എടുക്കുക. നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഉള്ളിയൊക്കെ ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം. ഇനി ഫൈനലി കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം, ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചേർക്കരുത്. ഞാനിവിടെ എൻ്റെ തീരെ ചെറിയൊരു നാരങ്ങയായിരുന്നു ഇരുന്നത്. അതിൻ്റെ ഒരു ഫുൾ ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. മാക്സിമം 1 ടീസ്പൂൺ നീരുണ്ടായിരുന്നിരിക്കും. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കുക. കായും ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടോടെ ചോറിൻ്റെ കൂടോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കാൻ വേണം.